പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിൽ ഉയർന്ന ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. 12% പലിശ വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്നാണ് പരാതി. 10 കോടിയുടെ തട്ടിപ്പ് നടന്നതായി നിക്ഷേപകർ പറഞ്ഞു. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 100 പേരിൽ നിന്നായി 10 കോടി രൂപയാണ് തട്ടിയെടുത്തത്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയതെന്ന് നിക്ഷേപകർ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പലിശയും നിക്ഷേപത്തുകയും ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇത് പല ബ്രാഞ്ചിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഒരു 100 പേരോടത്തോളം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മിക്ക ആൾക്കാരും ഫെബ്രുവരിയിൽ കേസ് കൊടുത്തതാണ്. ഇതുവരേക്കും ഞങ്ങളുടെ FIR എല്ലാവരുടെയും ഇട്ടിട്ടില്ല. ഞാൻ ഡിബഞ്ചറിലാണ് നിക്ഷേപിച്ചത്. ഇവർ 12% പലിശ വാഗ്ദാനം ചെയ്തിരുന്നു. ആദ്യം ഒരു 2 കൊല്ലത്തോളം എനിക്ക് പലിശ കിട്ടിയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിക്ഷേപം തിരിച്ചു തന്നാൽ മതി. പക്ഷേ ഈ പൈസ ഒക്കെ എവിടെ പോയി അതാണ് അറിയേണ്ടത്. അത് കൺസേൺ അതോറിറ്റിയാണ് അത് ചെകഞ്ഞെടുക്കേണ്ടത്. ഏങ്ങണ്ടിയൂർ ആസ്ഥാനമാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ചിട്ടി, നിക്ഷേപം സ്വീകരിക്കൽ, ട്രാവൽ ആൻഡ് ടൂർ കമ്പനി എന്നീ സ്ഥാപനങ്ങൾ 2005 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2017 മുതലാണ് പ്രവാസികളെ കേന്ദ്രീകരിച്ച് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയത്. 1 ലക്ഷം മുതൽ 35 ലക്ഷം വരെ നിക്ഷേപിച്ചവരുണ്ട് ഇക്കൂട്ടത്തിൽ. പണം ലഭിക്കാത്ത 98 നിക്ഷേപകരാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലുള്ളത്. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നിക്ഷേപകർ പരാതിപ്പെടുന്നു. റിപ്പോർട്ടർ, തൃശൂർ.